ആപ്കി അദാലത്തിൽ ആചാര്യ പ്രമോദ് കൃഷ്ണന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം ഒരു സന്ദർഭവാദിയാണ് എന്നുള്ളതാണ്. നോക്കൂ, ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ കൂടെ താങ്കൾക്ക് വളരെയധികം അടുപ്പമുണ്ട്. അതുകൊണ്ട് താങ്കൾ അദ്ദേഹത്തിനോടൊപ്പം രഥത്തിൽ യാത്ര ചെയ്തു. താങ്കൾ പറയുന്നു മോദിജി വിക്രമാദിത്യ രാജാവിനെ പോലെയാണെന്ന്. താങ്കൾ പറയുന്നു മോദിജിക്ക് ദേവിയുടെ പ്രത്യേക അനുഗ്രഹമുണ്ടെന്ന്. താങ്കൾ പറയുന്നു മോദി ഇല്ലായിരുന്നുവെങ്കിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സാധിക്കില്ല, ആരെക്കൊണ്ട് സാധിക്കില്ലെന്ന്. നോക്കൂ രജിത് സാർ, ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമ്മതിച്ചോളാം. ഏതൊരാളുടെ മേത്താണോ ദൈവത്തിൻ്റെ അധികമായിട്ടുള്ള സ്നേഹമുള്ളതോ അദ്ദേഹത്തെ കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ തീരുമാനമൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നത്. പറയാൻ പോകുന്നതിന് ക്ഷമിക്കണം. ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അല്ലെങ്കിൽ 370 ക്യാൻസൽ ചെയ്തിരിക്കത്തില്ല. അതുപോലെ രാമൻ്റെ അമ്പലം അതൊരിക്കലും കെട്ടിയിരിക്കത്തില്ല. 3 പ്രാവശ്യം തലാഖ് റൂൾ സംഭവിക്കില്ല. പിന്നെ രജത് സാർ, ഈ കൽക്കി ഡാം പോലും നടന്നിരിക്കില്ല ഇന്ന്. അതുകൊണ്ട് ഈ നാട്ടിൽ എത്ര പ്രധാനമന്ത്രികളുണ്ടോ ഉണ്ടായിരുന്ന എല്ലാവരും ഓരോ സമയത്ത് ഓരോ സേവകൾ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്ങനെയാണോ സാമ്രാട്ട് അശോക്, സാമ്രാട്ട് ചന്ദ്രഗുപ്ത്, സാമ്രാട്ട് വിക്രമാദിത്യൻ, ഇനി ഒരുപാട് സാമ്രാട്ടുകളുണ്ട്. സാമ്രാട്ട് വിക്രമാദിത്യനെ ആരെക്കൊണ്ട് എങ്ങനെയാണോ മിഞ്ചാൻ പറ്റാത്തത്, അതുപോലെ ഈ ഭാരതത്തിൽ പ്രധാനമന്ത്രിയുടെ രൂപത്തില് നരേന്ദ്രമോദിയേക്കാൾ മുന്നോട്ട് വരാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. നോക്കൂ ആചാര്യജി, താങ്കൾ ഇന്ന് പല നല്ല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ നോക്കൂ, 2015 അപ്പോൾ താങ്കൾ പറഞ്ഞു നരേന്ദ്രമോദി എപ്പോൾ പ്രധാനമന്ത്രിയായോ അപ്പോൾ മുതൽ രാജ്യത്ത് ഒരു വേറുകൃത്യം ഉണ്ടാകാൻ തുടങ്ങി. ഇന്ത്യൻ മുജാഹിദിനെ കണ്ട് എല്ലാവരും പേടിക്കുന്നത് പോലെ നരേന്ദ്രമോദിയെ കണ്ടും പലരും പേടിക്കാൻ തുടങ്ങിയെന്ന്. രാജാവ് എപ്പോഴും നല്ല ശിക്ഷകൾ കൊടുക്കണ്ടേ കുറ്റവാളിക്കെതിരെ? എപ്പോഴും തെറ്റിയുന്ന ഒരു രാജാവിനെ കണ്ട് പേടിക്കേണ്ടതല്ലേ? പിന്നെ 2015 നടന്ന ഈ കാര്യം, ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഒരു പഴമൊഴി ചൊല്ലുണ്ടായിരുന്നു, എന്ത് അന്നമാണോ നീ കഴിച്ചത് മനസ്സും അങ്ങനെ തന്നെയായിരിക്കും. അത് തന്നെ ഞാനിവിടെ വേറെ വിധത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2018 താങ്കൾ പറഞ്ഞു ആരെങ്കിലും BJPയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവരവരെയും മൊത്തമായിട്ട് മാറ്റുമെന്ന് താങ്കൾ പറഞ്ഞു. ഇല്ല, നിങ്ങളിപ്പോ വന്ന് BJPയിൽ ജോയിൻ ചെയ്ത് കഴിയുവാണെങ്കിൽ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞാൽ, വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സനാതനം നിങ്ങൾ പഠിപ്പിക്കുക എന്നല്ല അർത്ഥം. നമ്മുടെ വീരക്ഷന് വേണ്ടി അതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. മനസ്സറിഞ്ഞ് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരെ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണം. ഓഫീസ് ആയതിന് വിട്ടേക്കോ. ഓഫീസ് ആയതിന്റെ ആൾക്കാർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ അവിടെ ഇരിപ്പുണ്ടല്ലോ. അവരുടെ അടുത്ത് പറയേ ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ പറയൂ. ആരാണ് ബന്ധങ്ങൾ, അത് പറയൂ. ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. ഇല്ല, ആപ്കി അദാലത്തിൽ ജനങ്ങളാണ് മുന്നിലുള്ളത്, നിയമങ്ങളൊന്നുമില്ല. വീടിന്റെ തലവൻ തന്നെ വീട്ടിലുള്ള ആളല്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു ഇസബുല്ല, അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ നസറുല്ല മരിച്ചുപോയി. ഓപ്പോസിറ്റ് പാർട്ടിക്കാരൊക്കെ പോയി ദുഃഖം ചോദിക്കുവാണല്ലോ, എന്തോ സ്വന്തക്കാരൻ ചത്തുപോയ പോലെ. ഇപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ശരി അത് വിട്ടുകളയേ, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറയാൻ പറയേ ജയ് ശ്രീറാം എന്നൊരു വട്ടം. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും അത് തയ്യാറായിട്ട് ഞാൻ ഏറ്റോളാം. ഇപ്പൊ പറയൂ, നിങ്ങൾ പറയൂ, OICയുടെ അടുത്ത് പോയി പറയൂ, ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ പറയാം. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാനത് ഏറ്റെടുത്തോളാം. പിന്നെ എന്നോട് ക്ഷമിക്കണം, ഇതൊക്കെ ഇസ്ലാമിക് സ്കോളറൊന്നുമല്ല. ആക്ച്വലി ഐ എം സോറി ടു സേ ദിസ്. ഇസ്ലാമിനെ അങ്ങനെ പറഞ്ഞതല്ല. ഇസ്ലാമിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അമ്മയുടെ പാദത്തിലാണ് സ്വർഗം ഉള്ളതെന്ന്. അമ്മയുടെ പാദത്തിൽ സ്വർഗം ഉണ്ടെന്ന് ഇസ്ലാം പറയുന്ന സമയത്ത് മാതൃ വർദ്ധൻ മാത്രം അത് എങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റും? പറയൂ നിങ്ങൾ. ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞ ഇസ്ലാംസ് വലിയ പ്രശ്നത്തിൽ പോയി കുടുങ്ങും. ഇതാണ് OIC സാറിന്റെ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ സൺസെറ്റിന്റെ അടുത്ത് പാലസ്തീന് ജയ് എന്ന് പറയുന്ന സമയത്ത് ഇസ്ലാംസിന് അപകടം വന്നില്ലേ? ഇവിടെയാണ് പാർഷ്യാലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് രജിത് സാർ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഭാരതമാണ്. ഇത് ഭാരതത്തിന്റെ ഭൂമി. 1000 വർഷത്തിനടുത്ത് അടിമകളായിരുന്നു. 1000 വർഷങ്ങളുണ്ടായിരുന്ന ഈ ഭാരതത്തില് മുഗൾ ആൾക്കാരും പിന്നെ ബ്രിട്ടീഷുകാരും ആയിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഭാരതം എന്താ അടിമയായിരുന്നെന്ന് അറിയാവോ? ബാബർ ഒന്നും വീരനല്ല, ഖൈമുർ ലംഘൻ വീരനല്ല, ചെങ്കിസ് ഖാൻ വലിയ വീരനല്ലായിരുന്നു, പിന്നെ മുഹമ്മദ് ഗജനി വലിയ വീരനല്ലായിരുന്നു. ഈ ഭാരതം എന്തുകൊണ്ട് അടിമയായിരുന്നെന്ന് വെച്ചാൽ ഈ ഭാരതത്തിൽ ഒരുപാട് ചതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു.
നോക്കൂ, ഏത് കോൺഗ്രസ് ആണോ ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത്, ആ കോൺഗ്രസ് ആണ് 60-70 വർഷം രാജ്യം ഭരിച്ചത്. അവരെപ്പറ്റി താങ്കൾ പറയുന്നു ഇത് മുഹമ്മദ് അലി ജിന്നയുടെ കോൺഗ്രസ് ആണെന്ന്. ഞാൻ നിലവിളിച്ചാ പറയുന്നത് ആ കോൺഗ്രസ് വേറെയാണ്, ഈ കോൺഗ്രസും വേറെയാണ്. ഞാൻ എപ്പോഴാ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് മുഹമ്മദ് ജിന്നയുടെ കോൺഗ്രസ് ഒന്നാന്ന്? ഞാൻ പറഞ്ഞ മുഹമ്മദ് ജിന്നയുടെ വഴിയിൽ ട്രാവൽ ചെയ്തെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. തെളിച്ചാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ തന്നെ പോയി. ഇത് തീവ്രവാദം അല്ലാണ്ട് വേറെന്ത് പറയാനാ? ഭാരതത്തിനെ വെട്ടി നുറുക്കിയേക്കും ഇൻഷാ അല്ലാ. ഭാരതത്തിനെ പിന്നെയും വെട്ടി നുറുക്കും എന്ന് ഇങ്ങനെ പറയുന്നവരെ തലവനായിട്ട് മാറ്റിയിരിക്കുന്നത്, അതായത് ഭാരതത്തിനെ വെട്ടി നുറുക്കും എന്ന് പറയുന്ന ആളെ, അദ്ദേഹത്തെ ഞാൻ എതിർത്തിട്ടുണ്ട്. ഇനിയും ഞാനത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ താങ്കൾ പലരെയും ശത്രുതയിലാക്കി. യോഗി ആദിത്യനാഥിനെ പറ്റി പറയുമ്പോ ഗോരഖ്പൂരിൽ നിന്ന് ഓടി വന്ന് ഒരു മാഫിയ നേതാവാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പോ ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കുകയാണെന്ന്. ദാ നോക്കൂ സർ, രജത് സർ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചോദിച്ച് ചുമ്മാ എന്നെ ഇട്ട് ചൊറിയാൻ വരല്ലേ സർ. ഞാനൊരു 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ട് വരാനായിട്ട് താല്പര്യമില്ലാത്ത ആളാ. പക്ഷേ ഞാനൊരു കാര്യം സമ്മതിക്കാം. ആരൊക്കെയാണോ ഈ ഭാരതത്തിൽ ഇങ്ങനെ ഇണഞ്ഞിരിക്കുന്നത് അവരൊക്കെ എന്റെ സഹോദരന്മാരാണ്. ആരൊക്കെയാണോ ഭാരതത്തിനെതിരെ ഉള്ളത് അവരൊക്കെ എന്റെ ശത്രുക്കളാണ്. ഇതിൽ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ മാറാൻ തയ്യാറുമല്ല. പബ്ലിക്കിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണോ ചോദിക്കാം. നിങ്ങളുടെ ഒരുപാട് സഭകളിൽ ഒരു കാര്യം പറയാറുണ്ടായിരുന്നു, അത് നാരായ തക്ബീർ അല്ലാഹു അക്ബർ. പക്ഷേ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ സർ തൻ തൻ സേ ജുദ. അപ്പോ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മോനെ, ഇതുപോലത്തെ സ്റ്റേജുകളിൽ ഒരിക്കലും ഞാൻ ജദ്ദൻ സിദ്ധാനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, സംസാരിക്കത്തുമില്ല. ഒരിക്കലും ഞാൻ സംസാരിക്കില്ല. എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു ഞാൻ പറയുന്നത് താങ്കളുടെ സ്വഭാവത്തിൽ നാരായണി തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. പക്ഷേ ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് കേൾക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ സർതങ് ജുഹ എന്ന് പറയുന്നു. നോക്കൂ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാല് കയ്യിൽ AK-47 എടുത്തോണ്ട് പാവപ്പെട്ടവരെ കൊന്ന് രക്തവാറോ ഇവിടെ ഒഴിപ്പിച്ച് ഇസ്ലാംസ് അല്ല. ആരൊക്കെയാണോ സർദൻ ജി ജുദാന്ന് സംസാരിക്കുന്നത് ആ ഒരു കാര്യം ഞാൻ സമ്മതിക്കത്തില്ല. പ്രോഫറ്റ് മുഹമ്മദ് ഒരു യുദ്ധത്തില് പരിക്കേറ്റ് കിടക്കുക. പിന്നെ സ്ഥലത്തിന്റെ പേര് തായഫ്. അദ്ദേഹം രക്തത്തിൽ കുളിച്ചു നിൽക്കുവാണ്. ബേഗംബർ മുഹമ്മദിന് അടുത്തുള്ളവർ പറഞ്ഞു, ബേഗംബർ സാർ നിങ്ങൾക്ക് ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട്, നിങ്ങൾ അവരെ അങ്ങോട്ട് ശപിച്ചേക്കെന്ന്. അപ്പൊ ബേഗംബർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരെ ഇവിടെ ശപിക്കാൻ വന്നതല്ലെന്ന്, ഞാൻ അവർക്കും കൂടെ ചേർത്ത് പ്രാർത്ഥിച്ചോളാന്ന്. ബേഗംബർ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ഒരാൾ ഇറങ്ങി വെട്ടുന്നത്, കഴുത്തറക്കുന്നത്, പിന്നെ പറയുന്നത് കുസ്താക്കി നബിക്ക് ഏക്കി സജ, തല വെട്ടിയിടെന്നൊക്കെയാ പറയുന്നത്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ആരങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നോ അവരൊക്കെ ഒരിക്കലും ഇസ്ലാംസ് എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല, ബേഗംബറയും മനസ്സിലാക്കിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നെയും പറയുവാണ്, നമ്മുടെ ഈ സനാതന ധർമ്മം ഒരു ഉറുമ്പിനെ കൊല്ലാനുള്ള സാധ്യത പോലും കൊടുക്കുന്നില്ല ഒരിക്കലും. നമ്മുടെ മതമായത് ഒരു ഉറുമ്പിനെ കൊല്ലാൻ പോലും അനുവാദമില്ലാത്ത ഒരു മതമാണ്. പിന്നെങ്ങനെയാണ് മറ്റുള്ളവരുടെ വീട്ടിലുള്ള വിളക്കണയ്ക്കാനായിട്ട് ഒരാൾ അനുമതി തരുന്നേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലും രാമന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ വീടെങ്ങാനും കൊളുത്താൻ പോവുകയാണെങ്കിൽ അവരെ ഞാൻ ഹിന്ദു എന്ന് പറയത്തില്ല. ഫോളോ ചെയ്യുവാന്നുള്ള പേരില് ബേഗംബറുടെ പേരും പറഞ്ഞോണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കഴുത്തെങ്ങാനും അർത്ഥ അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും ഇസ്ലാമായിട്ട് കണക്കില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. നിങ്ങൾ ആദ്യം പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും നിങ്ങൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതല്ല അത് നിങ്ങൾ മാറ്റിയെന്നാണോ? ഇല്ല, ഞാനെന്താ പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയില് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും. ജനങ്ങൾക്ക് ആരാണോ ഇവിടെ പ്രിയപ്പെട്ട ആളുള്ളത് അവരായിരിക്കും നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ പോകുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ദുരദൃഷ്ടം എന്താന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രശ്നവും. ശരിക്കും അവിടെ ആരാണോ ജനങ്ങളുടെ ഒപ്പം പ്രിയപ്പെട്ടിരിക്കുന്നത് അവരുടെ കഴുത്തങ്ങ് അർത്തേക്കും. ആരൊക്കെയാണോ ജനങ്ങളുടെ അടുത്ത് പ്രിയപ്പെട്ടിരിക്കാണ്ടിരിക്കുന്നത് അവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ പദവിയുടെ കാര്യങ്ങളുണ്ടല്ലോ, എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ 2047 വരെ അതിനുള്ള സാധ്യത കുറവാണെന്നാണ്. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? 2029 ശേഷവും മോദിയാണോ വേറെ ആരെങ്കിലും ആണോ? ദാ നോക്കൂ രജത് സാർ, ശ്രീരാമന്റെ അമ്പലത്തിലെ ആ അടിക്കൽ അന്ന് നട്ടത്, അത് പ്രതിഷ്ഠ ചെയ്തതും അദ്ദേഹമാണ്, അത് ആ അമ്പലം തുടങ്ങിയതും അദ്ദേഹം തന്നെയാണ്. അത് മുഴുവനും അദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ് ചെയ്തത്. ഭഗവാൻ ശ്രീ
കൽക്കി ഡാമിന്റെ അടിക്കൽ നടന്ന ആ ദിവസവും മോദിജിയാണ് ചെയ്തത്. ഭഗവാൻ കൽക്കിയുടെ ഡാമിന്റെ കെട്ടിടപ്പണി അന്ന് തീർത്തപ്പോൾ പ്രതിഷ്ഠയും ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ കൈകൊണ്ടായിരിക്കും നടക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിജി ജാതി കാര്യങ്ങളെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ആരെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ജാതി ചോദിച്ചാൽ അദ്ദേഹം കൺഫ്യൂസ് ആവും. അദ്ദേഹം ഏത് ജാതിയാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താങ്കൾക്ക് അദ്ദേഹത്തെ പല വർഷങ്ങളായിട്ട് അറിയാമല്ലോ. ഇത് വളരെ സീരിയസ് ആയ ഒരു ചോദ്യമാണ്. സത്യമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ ലോകത്ത് ആകെ 2 ജാതിയേ ഉള്ളൂ. ഒരുത്തൻ പണമുള്ളവനും മറ്റൊരുത്തൻ കഷ്ടപ്പെടുന്നവനും. അല്ലാണ്ട് വേറൊരു ജാതിയും ഇല്ല. ഈ നാടിനെ 2ആക്കാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ദേശത്ത് ഇതെല്ലാം കടന്നാണ് ഇന്നിവിടെ ഇതെത്തിയിരിക്കുന്നത്. 1947 ഡിവിഷൻ പേരിൽ ഒരു അപകടം പിടിച്ച കത്തിയാണ് നെഞ്ചി കുത്തിയത്. ആ പരിക്കിനിയും പോയില്ല. മതത്തിന്റെ പേരും പറഞ്ഞാണ് ഭാരതത്തിന്റെ നെഞ്ചിലോട്ടെന്നാ കത്തി ഇറങ്ങി. പക്ഷെ ഇന്ന് ദേശത്തിനെ 2ആക്കാനായിട്ട് ഇറങ്ങി അന്ന് ഒരുപാടുണ്ടായ ശക്തികളുണ്ടല്ലോ, അവരിന്നും ഈ ദേശത്തിനെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ്. ചില ആൾക്കാർ ജാതിന്റെ പേരിലും, ചില ആൾക്കാർ ഭാഷയുടെ പേരിലും, ചിലത് ഏരിയയുടെ പേരിലും, ചിലത് പിന്നെ ഒരുപാടുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ പറ്റൂ. ഇന്ന് വരെ 140 കോടി ആൾക്കാരുടെ മനസ്സിൽ, അതായത് ഹൃദയത്തില് ഈ ഭാരതമാതയുടെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ഈ ദേശത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് സൂക്ഷിച്ചു തന്നെ ഇരുന്നോളൂ.